ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വാർത്തകളിൽ നിറയുകയാണ് ഗ്രീൻലാൻഡ്. ആർട്ടിക് സമുദ്രത്തിലുള്ള ഈ ദ്വീപ് കിട്ടിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ട്രംപ്. എന്തിനാണ് ഒരു US പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് 3000-ലേറെ കിലോമീറ്റർ അകലെയുള്ള ആർട്ടിക് സമുദ്രത്തിന് നടുവിലെ ഒരു ദ്വീപിന് വേണ്ടി ഇങ്ങനെ വിലപേശണം? അതിന് മാത്രം എന്താണ് ഗ്രീൻലാൻഡിലുള്ളത്? ട്രംപിനെ പോലെയുള്ള ഒരു ശതകോടീശ്വരൻ രാഷ്ട്രീയ നേതാവ് ആ ദ്വീപിൽ കണ്ണുവെക്കുന്നതിന് പിന്നിൽ തന്ത്രപ്രധാനവും സാമ്പത്തികവുമായ പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് തന്നെ പറയാം. ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണിത്. 56,000 ജനസംഖ്യ. പതിറ്റാണ്ടുകളായി ഡെൻമാർക്ക് കോളനിയാക്കി വെച്ചിരുന്ന ഈ ദ്വീപ് ഇപ്പോൾ സ്വയംഭരണ പ്രദേശമായി തുടരുന്നു. ട്രംപ് ഗ്രീൻലാൻഡിന് പിന്നാലെ കൂടാൻ കാരണങ്ങൾ ഏറെയാണ്. ദ്വീപിന്റെ ഭൗമരാഷ്ട്രീയം തന്നെയാണ് ഒരു കാരണം. യൂറോപ്പിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്കുള്ള ദൈർഘ്യം കുറഞ്ഞ പാതയാണിത്. ഡാനിഷ് തലസ്ഥാനമായ കോപ്പൻഹേഗനിലും വളരെ അടുത്താണ് ഗ്രീൻലാൻഡ് തലസ്ഥാനമായ ന്യൂയോർക്ക്. സുരക്ഷാ രംഗത്ത് അമേരിക്കയ്ക്ക് ഏറെ സുപ്രധാനമായ മേഖല കൂടിയാണിത്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും 1951 ഡെൻമാർക്കുമായുള്ള പ്രതിരോധ ഉടമ്പടിയിലൂടെ വടക്കു പടിഞ്ഞാറൻ ഗ്രീൻലാൻഡിൽ പിറ്റ്യൂഫിക് സ്പേസ് ബേസ് എന്ന പേരിൽ വ്യോമതാവളം ആരംഭിക്കുന്നുണ്ട് അമേരിക്ക. US സൈന്യത്തിന്റെ ഉത്തരമേഖലയിലുള്ള ഔട്ട് പോസ്റ്റ് ആയ ദ്വീപിൽ മിസൈൽ അപായ സംവിധാനവും നിലവിലുണ്ട്. ഒരു കാലത്തും ഗ്രീൻലാൻഡ് മറ്റ് ലോകശക്തികളുടെ കരങ്ങളിൽ എത്താതിരിക്കാൻ അമേരിക്ക എന്നും ബദ്ധശ്രദ്ധരായിരുന്നു. എന്നാൽ ഗ്രീൻലാൻഡിന്റെ തന്ത്ര പ്രാധാന്യത്തെക്കാൾ ട്രംപിന്റെ കണ്ണിൽ മറ്റു പലതും ഉണ്ടെന്ന് വ്യക്തമാണ്. ഗ്രീൻലാൻഡിന്റെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ തന്നെയാകും അതിൽ പ്രധാനം. ദ്വീപിലെ എണ്ണ, വാതക സമ്പത്ത് ഒരു വശത്ത്, എന്നാൽ അപൂർവമായ ഭൗമലോഹങ്ങൾക്ക് കൂടി പേര് കേട്ടതാണ് ഗ്രീൻലാൻഡ്. ഇലക്ട്രിക് കാറുകളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും സൈനിക സാമഗ്രികളുടെയും വരെ നിർമ്മാണത്തിൽ ഏറെ ഡിമാൻഡുള്ള ലോഹമാണിത്. ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലിഥിയം, ഗ്രാഫൈറ്റ് എന്നീ ധാതുക്കളും ഇവിടെയുണ്ട്. നിലവിൽ ആഗോളതലത്തിൽ ചൈനയാണ് ഭൗമലോഹ നിർമ്മാണ രംഗത്ത് മുന്നിലുള്ളത്. ആഗോള ഉൽപാദനത്തിന്റെ 2/3 എത്തുന്നത് ചൈനയിൽ നിന്നാണ്. 2ാം സ്ഥാനത്ത് അമേരിക്കയും തൊട്ടു പിന്നിൽ മ്യാൻമറും ഓസ്ട്രേലിയയുമാണുള്ളത്. ട്രംപ് അധികാരമേൽക്കും മുൻപ് തന്നെ ഈ സുപ്രധാനമായ ധാതുക്കളും അനുബന്ധ സാങ്കേതിക വിദ്യകളും കയറ്റുമതി ചെയ്യുന്നത് കുറയ്ക്കുമെന്ന് ചൈന വ്യക്തമാക്കിയിരുന്നു. ഈ രംഗത്ത് ചൈന തുടരുന്ന മേധാവിത്വം തകർക്കുക എന്ന ലക്ഷ്യം കൂടി അമേരിക്കയ്ക്കുണ്ട്. ട്രംപിന്റെ അടുത്തയാളും ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തെ ഭീമനുമായ ഇലോൺ മസ്കിന്റെ താല്പര്യങ്ങളും ഇതിനോട് കൂട്ടിവായിക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൗമലോഹം ഉൽപ്പാദിപ്പിക്കുന്ന ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഈ അപൂർവ ഭൗമമൂലകത്തിന്റെ വലിയ കരുതൽ ശേഖരം തന്നെ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വീപിനെ അമേരിക്ക നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം തിരഞ്ഞ് മറ്റെവിടേക്കും പോകേണ്ടതില്ല. ഗ്രീൻലാൻഡിന്റെ 17,10,000 ചതുരശ്ര കിലോമീറ്റർ ഭാഗവും മഞ്ഞുപാളികളാൽ നിറഞ്ഞു കിടക്കുകയാണ്. ഏകദേശം ദ്വീപിന്റെ 80% ഭാഗവും മഞ്ഞുകട്ടകളാൽ പുതഞ്ഞു കിടക്കുകയാണ്. ആർട്ടിക് സമുദ്രത്തിന്റെ 12% ഗ്രീൻലാൻഡ് ഹിമപാളികളാൽ നിറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ആർട്ടിക്കിലെ താപനില ഉയർന്ന് ദ്വീപിൽ മഞ്ഞുരുക്കം ത്വരിതഗതിയിലായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഗ്രീൻലാൻഡിന് വലിയ കാലാവസ്ഥാ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെങ്കിലും അമേരിക്കയ്ക്ക് മുന്നിൽ സുപ്രധാനമായ സാമ്പത്തിക അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. മഞ്ഞുരുകി പുതിയ സമുദ്രപാതകൾ രൂപപ്പെട്ടു വരികയാണ് ആർട്ടിക്കിൽ. കഴിഞ്ഞൊരു പതിറ്റാണ്ടിൽ ഇതുവഴിയുള്ള കപ്പൽ സഞ്ചാരം ഗണ്യമായി വർദ്ധിച്ചു. 2024 കണക്ക് പ്രകാരം 37% സമുദ്ര ഗതാഗതം ഉയർന്നിരിക്കുന്നതെന്നാണ് ആർട്ടിക് കൗൺസിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആർട്ടിക് ഉരുകുകയാണെന്ന വാർത്തകൾ ട്രംപിന്റെ മനസ്സിലുണ്ടെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ ഭൗമരാഷ്ട്ര വിഭാഗം പ്രൊഫസർ ക്ലൗസ് ഡോട്ട്സ് പറയുന്നത്. ഹിമപാളികൾ കാരണം ഈ പാതയിലൂടെയുള്ള സഞ്ചാരം ഇപ്പോഴും അപകടകരം തന്നെയാണ്. മഞ്ഞുരുക്കം കാരണം വെള്ളത്തിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക അതിനെ പുതിയ സാധ്യതകളായാണ് കാണുന്നത്. സമുദ്ര ഗതാഗതത്തിന് പുറമെ പ്രകൃതി വിഭവങ്ങളിലേക്കുള്ള തുറന്ന അവസരങ്ങൾ കൂടി ഇത് തുറന്നിടുമെന്ന കണക്കുകൂട്ടൽ ഒരു വശത്തുണ്ടാകാം. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള പദ്ധതി അവതരിപ്പിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റ് അല്ല ട്രംപ്. 1867 അലാസ്ക വാങ്ങുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ ഗ്രീൻലാൻഡ് നിയന്ത്രണത്തിലാക്കുന്ന കാര്യവും ആലോചിച്ചിരുന്നു. 2ാം ലോകയുദ്ധത്തിന്റെ അവസാനത്തിൽ അന്നത്തെ US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനും സമാനമായ ആവശ്യവുമായി മുന്നോട്ട് വന്നു. ദ്വീപ് സ്വന്തമാക്കാനായി ഡെൻമാർക്കിന് $100 മില്യൺ വാഗ്ദാനവും നൽകിയിരുന്നു ട്രൂമാൻ ഭരണകൂടം. 2019 ഗ്രീൻലാൻഡ് സ്വപ്നം ട്രംപ് ആദ്യമായി പരസ്യമാക്കുന്നത്. 2ാം ഊഴത്തിൽ അധികാരമേൽക്കും മുൻപ് തന്നെ ഇതേ ആവശ്യം പരസ്യമാക്കി. ഇത്തവണ അല്പം കടുപ്പിച്ചാണ്. ഗ്രീൻലാൻഡ് വിട്ടു നൽകിയില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ചുമത്തിയോ സൈനിക ശക്തി പ്രയോഗിച്ചോ പിടിച്ചു വാങ്ങുമെന്നാണ് ഭീഷണി. കാര്യങ്ങൾ അന്വേഷിക്കാൻ മകൻ ബാരണിനെ തന്നെ ട്രംപ് ഗ്രീൻലാൻഡിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ദ്വീപ് ഒരു നിലയ്ക്കും വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഡെൻമാർക്ക്. ഗ്രീൻലാൻഡ് നേതാക്കളും ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. തങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലെന്നും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വർഷങ്ങൾ നീണ്ട പോരാട്ടം വ്യർത്ഥമാക്കാൻ താല്പര്യമില്ലെന്നുമാണ് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ന്യൂട്ട് എഗേഡെ ട്രംപിന്റെ ഭീഷണികളോട് പ്രതികരിച്ചത്. ഗ്രീൻലാൻഡിന് സ്വന്തമായ സ്വാതന്ത്ര്യാഭിലാഷങ്ങൾ ഉണ്ടെന്നും അവ യാഥാർത്ഥ്യമായാൽ അവർ സ്വതന്ത്ര രാഷ്ട്രമായി മാറുമെന്നും ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി
ലാർസ് ലോക്കെ റാസ്മുസനും പറഞ്ഞു. അമേരിക്കൻ സംസ്ഥാനമാകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ഡാനിഷ് മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.